ഇവനെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ റാണിയെ കാണാൻ വന്നത്. റാണിനെ കാണാനാ? റാണിനെ കാണാൻ നീ എന്ത് വരുന്നത്? എന്താ എനിക്ക് വന്നൂടെ? നീ എന്താ ഇവിടെ? ഞാൻ റാണിനെ കാണാൻ വന്ന്. അപ്പൊ എനിക്ക് എന്താ വന്നാ? ഞാൻ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും റാണിയും തമ്മിൽ എപ്പോ വേണേൽ സെറ്റ് ആവും. നീ അങ്ങ് തീരുമാനിച്ചാ മതി. ഞങ്ങള് തീരുമാനിച്ചാൽ മതി, അത് അവൾക്ക് അറിയാം. നീ എന്താ ഇവിടെ? ഞാൻ അവളെ കാണാൻ വന്നത്. എന്തിന്? എനിക്ക് ഇഷ്ടണ്ടായിട്ട്. എന്തിനാ അതിന്റെ ആവശ്യം? എന്താ ആവശ്യണ്ടായിട്ട്? നിനക്കൊരു കാര്യം അറിയോ? എന്താ? ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരാ. അപ്പൊ അതിന്റെ എല്ലാ അധികാരം എനിക്കുണ്ട്. അതില് കൂടുതൽ നീ ഇടപെടാൻ നിൽക്കണ്ട. ചെറുപ്പം മുതലേ കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. അവൾക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അത് നിനക്ക് തോന്നണല്ലടാ. അവളെ എന്താ ആവശ്യമില്ല എന്നെ വിളിക്കും. ഇന്നലെ കൂടെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയുള്ളൂ. ഞങ്ങള് ബർഗർ കഴിക്കാൻ പോണു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയതാ. നിങ്ങൾ എന്തിനാ പോ, പക്ഷെ അവളുടെ ബാക്കിൽ പോണ്ട, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ചാ പോവാറ്. ഇന്നത്തോടെ ഇതിന് മറുപടി വെക്കട്ടെ. ഞാൻ നേരെ ചോദിച്ചതിന് ശേഷം പിന്നെ നീ ഇവിടെ കാണാൻ പറ്റും. അവള് നിന്നെ ഇഷ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലെന്നല്ല, ഈ പഞ്ചായത്തിൽ കിടക്കൂല. ഈ പഞ്ചായത്തിലല്ല, പിന്നെ നിന്റെ ഉള്ളിലേക്ക് ഞാൻ കേറ്റൂല. നീ പറ. മനസ്സിലായല്ലോ? നിന്റെ സഹായം ഞാൻ ഇവിടെ നിർത്തിയിട്ടേ വരുള്ളൂ. മനസ്സിലായല്ലോ? റാണീന്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിരിക്കും. നീ നിക്ക്, ഞാൻ ഇവിടെ തന്നെ കാണാം. കാണണം. അത് കാണണം. നീ നിക്കട്ടെ അവിടെ. മെമ്പറെ എന്താടാ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങനെ വന്നപ്പോ വന്ന. എന്നിട്ട് ഇലക്ഷന്റെ ഒക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷന്റെ തിരക്കില്ല. നാട്ടുകാര് മൊത്തം മെമ്പറിന്റെ ഒപ്പമാണ്. അയ്യോ എനിക്ക് വയ്യ. സീറ്റ് ഞാൻ അവർക്ക് വേണ്ടി അത്രയും നല്ല നല്ല ഒരു ഭരണ കാഴ്ചവെച്ചു. റാണിയോടെ മെമ്പറെ? റാണി അതെങ്ങാണ്ടുണ്ട്. എന്താടാ? ഒന്നുമില്ല, ഞാനേ ചുമ്മാ ഒരു വന്നപ്പോ കേറിയതാ. ചുമ്മാ ഒന്നുമല്ല, നിന്റെ മുഖലക്ഷണം കണ്ടിട്ട് എന്തോ കാര്യസാധ്യം പോലെ ഉണ്ടല്ലോ. ഇത് ഒന്നുമില്ല. അല്ല, നമ്മുടെ റാണിക്ക് കല്യാണം നോക്കുന്നില്ലേ? പിന്നെ അവക്ക് പ്രായമായി വരുമല്ലേ, അവക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. നല്ല നല്ല കുറച്ച് ആലോചനകളൊക്കെ വന്നുണ്ട്. ഏതാ കൊള്ളാവുന്നന്ന് വെച്ചാൽ ശരിക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിനനുസരിച്ചിട്ട് ഒരാളെ കിട്ടുകയാണല്ലോ ഏറ്റവും ബെറ്റർ. പിന്നെ അതൊരു ഭാഗ്യമല്ലേ, നമ്മുടെ കുടുംബമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരാളെ കിട്ടിയാൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറെ ആലോചന വന്നടാ, അതിലേന്ന് കൊള്ളാവുന്ന ഒരെണ്ണം നോക്കി എടുക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ? എനിക്ക് റാണീനെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിച്ചു തരാൻ പറ്റും? നിനക്ക് അങ്ങനെ എന്റെ മുന്നിൽ വന്ന് ഇത് പറയാൻ തോന്നിയടാ? നിനക്ക് എന്നാ കഴിവുണ്ട്? നീ ആരാണ്? നിന്നെ 10 പേര് അറിയുവോ? അല്ലല്ല, കോലം നോക്കിക്കേ. ഒരുമാതിരി PVC പൈപ്പിനകത്തിട്ട് വലിച്ചൂരിയതുപോലത്തെ ഒരു ഓഞ്ഞ കോലും, പശു നക്കിയ പോലത്തെ ഒരു തലമുടിയും, മൊത്തത്തിൽ കണ്ട ഒരു പാണ്ടിലോറ് കയറിയ തവളയെ പോലെ. നിനക്ക് എന്റെ മോളെ കെട്ടിച്ചു തരണം അല്ലേ? എഴുതേക്കടാ, ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. എനിക്കൊന്നും ആലോചിക്കാനില്ല. അയ്യടാ, അവനെന്റെ മോളെ കെട്ടണം. കുഞ്ഞു പൂതിയൊന്നും അല്ലല്ലോ. മെമ്പർ എന്നെ നേരെ നോക്കാത്തോണ്ട് നേരെ നോക്കിയാലും ചരിഞ്ഞു നോക്കിയാലും മൊത്തത്തിൽ നിനക്ക് ഈ കോലമല്ലേ? അയ്യാ, അവന് ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ. എന്റെ മോളെ കെട്ടണം, എന്നിട്ട് ഇക്കണ്ടായ സ്വത്ത് മുഴുവനും നിന്റെ കൈവശപ്പെടുത്തണം അല്ലേ? അങ്ങനെയൊന്നുമില്ല. അയ്യോ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. വന്നപ്പോ ഇത്തിരി ടാൻ അടിച്ചെന്നുള്ളൂ. നേരെ നോക്കിയാ ഒരു സുന്ദരക്കുട്ടപ്പം വന്നിരിക്കുന്നു. മുന്നേ വന്നിരുന്ന് എളിഞ്ഞെന്ന് ചോദിക്കുക, റാണിമോളെ കെട്ടിച്ചു തരുമോന്ന്. അയ്യോ, അതിന് മാത്രമൊക്കെ ധൈര്യം വന്നല്ലേ നിനക്ക്? ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. ഇതിനല്ലേ നീ എന്റെ കൂടെ കൂടിയത്? അങ്ങനെയൊന്നുമില്ല. അയ്യോടാ, ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. ചുമ്മാതല്ല, എലക്ഷൻ ആയപ്പോ എന്റെ കൂടെ കൂടി പ്രചരണത്തിന് മറ്റേനും മറിച്ചേനും മാങ്ങാത്തൊരിക്കൊക്കെ വന്നത്. മനസ്സിലിരിപ്പേ റാണിമോളെ കെട്ടണം പോലും. തരാടാ, ഞാൻ കെട്ടിച്ച് തരാ. ഞാൻ എന്താ അവര് പറഞ്ഞു? മെമ്പർ പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമില്ലടാ. അതിപ്പോ ഏത് വീട്ടിൽ പോയിട്ട് പെണ്ണ് വെച്ചാലും ഇപ്പൊ ഇതൊക്കെ തന്നെ പറയാ. പക്ഷെ പറഞ്ഞതാണ് എനിക്ക് ഇത്തിരി വിഷമമായത്. എന്താ പറഞ്ഞു? അല്ല, മെമ്പർ പറയണേ എന്റെ മുടി കാണാൻ എന്തോ ചപ്ര പോലെ ഉണ്ട്. പിന്നെ എന്തുവാ എന്റെ മുഖം വല്ല വണ്ടി പാണ്ടിലോറി കയറി പോയി തവളേനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടടാ? നീ സുന്ദരനല്ലടാ. എന്നാലും നിന്നെ ബോഡി ഷെയിം ചെയ്തത് അത്ര ശരിയായില്ല. ഒരാളങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ലടാ. ബോഡി ഷെയിമിങ് പറഞ്ഞ? ബോഡി ഷെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിന്റെ മോന്തായി എന്തോ തവള കയറിയ പാണ്ടിലോറി കയറിയ തവള പോലെ എന്ന് പറഞ്ഞില്ലേ? അതൊരാളെ അയാളുടെ ശരീരത്തിന് പറയുന്നതല്ലടാ, തെറ്റാ. അങ്ങനെയൊക്കെയാണല്ലേ പറഞ്ഞു. നമുക്കത് എന്തായാലും അതിനെതിരെ പ്രതിഷേധിക്കണടാ. ഇതിനോ? പിന്നെ ഒരാൾ ബോഡി ഷെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമെന്ന് വിചാരിച്ചു നീ? എന്ത് ചെയ്യാൻ പറ്റുക? നമ്മള് അതിനെ പ്രൊമോട്ട് ചെയ്യരുത്.
പ്രതിഷേധിക്കണം, ശക്തമായിട്ട് പ്രതിഷേധിക്കണം. നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം അവർക്ക്. അല്ലടാ, ഓ അതിനെതിരെ ഇപ്പൊ എന്താ ചെയ്യാ? അതിനെതിരെ ഇപ്പോ നീ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യണം. വീഡിയോ? ആ, എന്ത് പറഞ്ഞിട്ട്? എടാ, നീ നിന്റെ പ്രതിഷേധം വീഡിയോയിലൂടെ അറിയിക്കണം. ഒരാൾ നിന്നെ നോക്കിയിട്ട് ഇത്രയും ബോഡി ഷെയിം ചെയ്തില്ലേ, നീ അതിനെതിരെ ശക്തമായിട്ട് വീഡിയോ ചെയ്യണം. കാര്യം നീ റാണിയുടെ പുറകെ നടക്കുന്നതാണ്, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നു. ദാസേ, ഞാൻ നിന്നെ കൊറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, കൊറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സാരടാ, എനിക്ക് റാണിയായിട്ട് ഇപ്പൊ ഒരു തോന്നുന്നില്ല ഒന്നും. റാണീനെ നീ നോക്കിയോ? എന്നാലും നിന്റെ മുഖത്ത് നോക്കി അവരിങ്ങനെയൊക്കെ പറഞ്ഞില്ലടാ, വളരെ മോശമായി പോയടാ. നീ വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കണം. അവരുടെ പ്രതിച്ഛായ ഉണ്ടല്ലോ നമ്മൾ വലിച്ചു കയറണം. ഈ സമൂഹത്തിന് മുമ്പിൽ അവർക്കൊരു വിലയുണ്ടല്ലോ, അത് നീ പച്ചയ്ക്ക് വലിച്ചു കയറണം. ഞാനുണ്ട് നിന്റെ കൂടെ, ആരില്ലെങ്കിലും. ധൈര്യമായിട്ടിരിക്കും. ആ, ആശാനൊന്ന് വിളിച്ചു പറയാം. ആ ആശാനെ, സുപ്രഭാതം. ഒരു സംഭവം ഉണ്ടായി. എന്താണ്? നമ്മുടെ സുജിത്തില്ലേ, അവന് റാണിയുടെ മേലത്തെ ഒരു കണ്ണുള്ള കാര്യം ആശാൻ അറിയില്ലേ? അതെ, അവനെ പിടിക്കാൻ നോക്കിയിരിക്കല്ലേ? അവനെ ഞാനൊന്ന് നൈസായിട്ട് എരി കയറ്റി വിട്ടു. എന്താണ്? റാണിയുടെ അടുത്ത് പോയി സംസാരിക്കാനാണ് വിട്ടത്. പക്ഷെ അവൻ നേരെ പോയിട്ട് ഒരു മണ്ടത്തരം കാണിച്ചു. എന്താണ്? അവൻ പോയി നേരെ ദേവിക മെമ്പറിന്റെ അടുത്ത് പോയിട്ട് കാര്യം അവതരിപ്പിച്ചു. എന്നിട്ടാണ് വിറ്റ് അവനെ ആട്ടി വിട്ട് അവന്റെ മുഖത്ത് നോക്കി നല്ല ബോഡി ഷെയിം ചെയ്തു. എന്തോ പാണ്ടിലോറി കയറിയ തവളയുടെ പോലെയുണ്ട് മുഖം, ഞാൻ വവ്വാല് ചപ്പിയെ മുടി പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ ബോഡി ഷെയിം ചെയ്ത് വിട്ടു. പറഞ്ഞു ദേവിക മെമ്പർക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ദേവിക മെമ്പർ കത്തി നിൽക്കുകയാണല്ലോ, അപ്പൊ നമുക്കിതൊരു തുറുപ്പ് ചീട്ട്. ആശാൻ എന്ത് തോന്നുന്നു? ഒരു കാര്യം ചെയ്യാ, അങ്ങനെയാണെങ്കിൽ അതേപോലെ കൂടെ ചെയ്യണേ. ഇത് അവർക്കിട്ടുള്ളൊരു അടിയായിരിക്കും. അവനെ അങ്ങനെ ഞാൻ പിരിയേറ്റി വിട്ടിട്ടുണ്ട്. ചെക്കൻ കലക്കും ആശാനെ. എന്ത് ചെയ്യൂടി കുഞ്ഞ, ഞാൻ നിന്നെ അവൻ കല്യാണം ആലോചിച്ചെന്റെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ഇവരിങ്ങനെ എനിക്കെതിരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ. അമ്മ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് കുറച്ച് ബോധം വെച്ചൂടെ അമ്മേ? എടി നീ എങ്ങനെയെങ്കിലും അവനോട് പറഞ്ഞു. അമ്മ എനിക്കറിയാമല്ല അമ്മ എങ്ങനെ കഴിഞ്ഞ അവനെ ഇവിടുത്തെ ഇലക്ഷൻ ജയിച്ചെന്ന്. ഇത്രയും മണ്ടത്തരം, അതും ഈ ഇലക്ഷൻ കാണിച്ചാൽ ശരിയോ ആരെങ്കിലും? എനിക്കറിയാൻ വയ്യ, ഞാൻ അന്നേരത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. നീ അവനോട് ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി. കണ്ടോ ആ വീഡിയോസിന് എത്ര വ്യൂസാ കയറുന്നേന്ന്? എനിക്ക് ശ്വാസം മുട്ടുന്ന എന്തോ സുഹൃത്തിനോട് പറഞ്ഞേ? അറിയാതെ പറഞ്ഞു പോയതാ. പറ. നിനക്ക് പൊക്കോ ഇല്ല വണ്ണോ ഇല്ല, PVC പൈപ്പിനകത്തിട്ട് വലിച്ചെടുത്ത പോലെ ഇരിക്കുന്ന പശു നക്കിയ പോലെ മുടി, പിന്നെ മൊത്തത്തിൽ കണ്ട പാണ്ടിലോറി കയറിയ തവളയെ പോലെയാന്ന് പറഞ്ഞു. അയ്യോ, അത്ര പറഞ്ഞല്ലേ? വീഡിയോ ഇട്ട് അങ്ങനെ തന്നെ വേണം. അമ്മ എന്ത് പറച്ചില്ല അമ്മ പറഞ്ഞത്? എനിക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞു. അവൻ നിന്നെ വന്ന് കല്യാണം ആലോചിച്ച പിന്നെ എനിക്ക് ദേഷ്യം വരത്തില്ലേ? അവന് കെട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ ഇത്ര നാളെ നിന്നെ വളർത്തിയത്. അതിന് അവനെ ആര് കിട്ടുന്നു? അവനങ്ങനെ പറഞ്ഞു പറഞ്ഞ അമ്മ തിരിച്ചു പറയും. എനിക്ക് അടി കൂടെ കൊടുക്കാനാ തോന്നി. പിന്നെ ഞാൻ എന്റെ ക്ഷമ കൊണ്ടാ ഞാൻ അടിക്കാഞ്ഞത്. ഇലക്ഷൻ അല്ലേ, അമ്മയ്ക്ക് കുറച്ച്. ഇതിപ്പോ എന്തായി കണ്ടോ, അമ്മ വീഡിയോ ഇട്ട് ഇപ്പൊ അമ്മയ്ക്ക് നെഗറ്റീവ്. ആ കഴുത ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു, കേട്ടോണ്ട് പോകുമെന്ന് വിചാരിച്ചു. ഇതിപ്പോ ഇങ്ങനെ അങ്ങ് ചെയ്യുമെന്ന് ഓർത്തു. എടി നീ എന്റെ കുഞ്ഞെ, എന്റെ കാല് പിടിക്കാടി. അവനും പറഞ്ഞു എങ്ങനെയെങ്കിലും ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആകടി, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി പോകുകൂടി. രാഷ്ട്രീയ ഭാവി പോയി എണ്ണിച്ച്. ഇനി ഞാൻ എങ്ങനെ സുജിത്തിനോട് പറഞ്ഞ് ഞാൻ സോപ്പിടും? എന്തെങ്കിലും പറഞ്ഞൊന്ന് വിളിച്ച് സോപ്പിടടി. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം, ഒന്ന് പോയി കണ്ടൊന്ന് സംസാരിച്ചു നോക്കാം. അമ്മയ്ക്ക് ഭാഗ്യമാണെങ്കിൽ അവൻ മാറ്റും, ഇല്ലെങ്കിൽ അമ്മ പെടും. ഈ ഇലക്ഷന് തോറ്റു പിടിക്കാം, അച്ഛൻ ജയിക്കും. നീ അവന്റെ കാല് പിടിക്ക്. അമ്മ ചെയ്തതിന് ഞാൻ കാല് പിടിക്കാറോ? ഞാൻ മാപ്പും കോപ്പും ഒന്നും പറയത്തില്ല, എന്നെ അതിന് കിട്ടത്തില്ല. നീ ഒന്ന് പറ. അമ്മയ്ക്ക് വരെ മോളായി ഞാൻ പോയി മാപ്പ് പറയണം? അല്ല, നീ അവനുമായിട്ട് നല്ല കൂട്ടല്ലേടി, അത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞ് ശരിയാക്കടി പ്ലീസ് അടി. അല്ലെങ്കിൽ അച്ഛനായിരിക്കും എന്നെ ആദ്യം കളിയാക്കുന്നത്. അച്ഛൻ ആ ആൾക്കാരുടെ കൂടെ കൂടി എനിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഈ പേടിയൊക്കെ ഉണ്ടായിട്ടാണോ ഇത്രയും കാണിച്ചു കൂട്ടിയത്? എടി അബദ്ധം പറ്റിപ്പോയത് അടി കുഞ്ഞ. ദേഷ്യം വരുമ്പോ മനുഷ്യൻ എന്തൊക്കെയാ പറയുന്നത്. മതി ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഒന്ന് വിളിച്ചൊന്ന് പറഞ്ഞു നോക്കാം, എന്താവോ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. പറ ഒന്ന്, നില മറന്ന് അന്നേരം പറഞ്ഞു പോയി. നീ ഒന്ന് പറയടി. ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാം. ഈശ്വര ശരിയായ മതിയായിരുന്നു. ഈ ചെറുക്കന് ആൾക്കാരെന്നെ പൂരത്തെറിയായിരിക്കും. അല്ലയോ? അയ്യോ.